ഞാനൊരു ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മതി, അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഷെഫാണെന്ന്. അപ്പോൾ ഈ ഷെഫ് ആവുന്നതിന് മുമ്പ് കുറച്ച് ട്രെയിനിങ് ടൈമുണ്ട്. 1.5 വർഷം എനിക്ക് ട്രെയിനിങ് തന്നെ ആയിരിക്കും. അത് ഈ പട്ടണ പ്രദേശത്തിലെ വിജയൻ്റെ പോലെ തുണി അലക്കണം, നിലം തുടക്കണം, പാത്രം കഴുകണം, അങ്ങനെ കുറേ ജോലികളാണ്. അങ്ങനെ പണിയെടുത്ത് നട്ടം തിരിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുക. അതിന് അവനൊരു കഥ ഇറക്കി. അവൻ്റെ വീടിൻ്റെ അടുത്ത് അവൻ്റെ പള്ളിയിൽ അവനൊരു ജോലി കിട്ടി, കുക്കായിട്ട് തന്നെ. അപ്പോൾ ഇത് അവൻ പറഞ്ഞത് നുണയാണെന്ന് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അങ്ങനെ ഷെഫിൻ്റെ അടുത്ത് അവൻ ചോദിച്ചു, എനിക്ക് ജോലി തരപ്പെട്ടു, ഞാൻ ഇവിടെ നിന്ന് നിൽക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫ് പറഞ്ഞു, ശരി നീ പൊക്കോ, കുഴപ്പമില്ല, നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ നീ പഠിച്ചു എന്ന്? ആ ശരി, ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫ് ചോദിച്ചു, നീ അവിടെ ചായ ഉണ്ടോ ചോദിച്ചു. ആ ചായയൊക്കെ ഉണ്ട്, കാലത്ത് ചായ കൊടുക്കണം, ഉച്ചയ്ക്ക് ഉപ്പേരി കുപ്പേരി പപ്പടം, വൈകുന്നേരം കഞ്ഞി, ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു. ആ ശരി. അപ്പോൾ ഷെഫ് ചോദിച്ചു, ശരി 1 ലിറ്റർ പാലിൽ നീ എത്ര ചായ കൊടുക്കും? അപ്പോൾ 1 ലിറ്റർ പാലിലല്ലേ? 1 ലിറ്റർ പാലിൽ 1 2 അല്ല കുഴപ്പമില്ല, അവിടെ കട്ടൻ കാപ്പിയാണ്, കുഴപ്പമില്ല, പാല് വേണ്ടാന്ന്. അങ്ങനെ ഇവൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ കിച്ചണിലിരിക്കുമ്പോൾ അന്നത്തെ സൂട്ട് റൂമിലൊരു ഗസ്റ്റ്, ഒരു അറബി, അയാളിങ്ങോട്ട് വരുന്നു കിച്ചണിലേക്ക്. ഞാൻ ഓടിയാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അനക്കോണ്ട വന്ന് നിൽക്കണ പോലെ ഇയാൾ എൻ്റെ മുന്നിലോട്ട് വന്നു. അയാൾ ചിരിച്ചു, ഞാനും ചിരിച്ചു. ഈ ചിരിക്ക് പ്രത്യേകിച്ച് ഭാഷ ഒന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് ആളെന്നോട് ചോദിച്ചു, ഓ ഞാൻ ചോദിച്ചു ചായ? വീണ്ടും ഞാൻ ചോദിച്ചു കാപ്പിയാണോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ദേഷ്യത്തോടു കൂടി വാതിലടച്ചിട്ടൊരു ഒറ്റ പോക്ക. പണി പോയാലും കുഴപ്പമില്ല, ഇയാൾ പോയല്ലോ എന്ന് ആലോചിച്ച് സമാധാനത്തിൽ ഞാനിങ്ങനെ ഇരിക്കാൻ നിന്നപ്പോൾ ഇയാൾ വീണ്ടും റിവേഴ്സായിട്ട് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു ബിരിയാണി വാച്ച. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ മട്ടൻ ബിരിയാണി അന്വേഷിച്ച് വന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇയാളോട് ബിരിയാണി ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ബിരിയാണി ഉണ്ട്, അത് വേണോ ചോദിച്ചു. അപ്പോൾ പുള്ളി ബിരിയാണി, അപ്പോൾ പുള്ളി ആക്ഷനോടുകൂടി 1 എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ബിരിയാണി അതും ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ബിരിയാണി 2, ബിരിയാണി 1. അങ്ങനെ ഇയാളെ പാക്ക് ചെയ്ത് ഞാൻ വിട്ടപ്പോൾ എങ്ങനെയും കൊടുത്ത് വിടാലോ എന്ന് വിചാരിച്ച് ചെമ്പ് നോക്കി നോക്കുമ്പോൾ 2 ബിരിയാണി കഴിഞ്ഞു. പിന്നെ ഉള്ളത് വെജ് ബിരിയാണി. ഇത് ഞാൻ എങ്ങനെ വിളിച്ചു പറയും ഇയാളോട് വെജ് ബിരിയാണി വേണമെന്ന്? അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ ഇവിടെയാണ് വന്ന് നിന്നത്.